കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലെ 2, 3, 4 വാർഡുകളിലാണ് തുലാമഴയിലുണ്ടായ മഴവെള്ളപ്പാച്ചിലിൽ നാശനഷ്ടമുണ്ടായത്. ഈരാറ്റുപേട്ട റോഡിൽ ആനക്കല്ല്, മഞ്ഞപ്പള്ളി, കപ്പാട് എന്നിവിടങ്ങളിൽ റോഡ് ഗതാഗതം തന്നെ മണിക്കൂറുകളോളം തടസ്സപ്പെടുന്ന സ്ഥിതിയുണ്ടായി. 3 വാർഡുകളിലുമായി 25ഓളം വീടുകളിൽ വെള്ളം കയറി. 3-ാം വാർഡിലാണ് ഏറ്റവും കൂടുതൽ വീടുകളിൽ വെള്ളം കയറി നാശനഷ്ടമുണ്ടായത്. വണ്ടനാമല കൊടിത്തോട്ടത്തിൽ വെള്ളം ഉയർന്നതോടെ മാടത്താനി പ്രദേശത്തെ 10 വീടുകളിലാണ് വെള്ളം കയറിയത്. 6 വീടുകളിൽ കാര്യമായ നാശനഷ്ടമുണ്ട്. വീട്ടുപകരണങ്ങളെല്ലാം നശിക്കുന്ന സ്ഥിതിയുണ്ടായി. കിണറുകളും ഉപയോഗശൂന്യമായി. തുമ്പമട ഭാഗത്ത് തോട്ടിൽ നിർമ്മിച്ച കിണറും സംരക്ഷണ ഭിത്തിയുമാണ് മാടത്താനി ഭാഗത്ത് വീടുകളിൽ വെള്ളം കയറാൻ കാരണമായതെന്ന് വാർഡംഗം അമ്പിളി ഉണ്ണികൃഷ്ണൻ ആരോപിച്ചു. അതിന് മെയിൻ ഒരു കാരണം എന്ന് പറയാൻ നമ്മുടെ തുമ്പമട ഭാഗത്ത് തന്നെ തോട്ടിൽ തന്നെ ഒരു കുടിവെള്ള പദ്ധതിയുടെ കിണർ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ ആ കുടിവെള്ള പദ്ധതിയുടെ കിണർ നിർമ്മിച്ചതല്ലാതെ അത് അടുത്ത വാർഡിലേക്ക് വേണ്ടിയിട്ടാണ് ആ കിണർ നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷെ എങ്കിലും ആർക്കും ആ ഒരു കുടിവെള്ള പദ്ധതി കൊണ്ട് ഒരു പ്രയോജനം കിട്ടിയിട്ടില്ല. ആർക്കും വെള്ളം കൊടുക്കാനും സാധിച്ചിട്ടില്ല. പക്ഷെ അതുകൊണ്ടാണ് നമുക്ക് ഈ കിണർ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ വെള്ളം അങ്ങോട്ട് ഒഴുകി ചെന്ന് കഴിയുമ്പോൾ നേരെ വെള്ളം തിരിച്ചു തള്ളിയാണ് ഈ കോളനി നമ്മുടെ ഈ വീടുകളിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത്. വെള്ളത്തിന്റെ സുഗമമായ ഒഴുക്കിന് തടസ്സം സൃഷ്ടിക്കുന്ന ഇത് പൊളിച്ചു നീക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. 4-ാം വാർഡിലും 4ഓളം വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് നാശനഷ്ടമുണ്ടായി. കപ്പാട് ഗവൺമെന്റ് സ്കൂളിന് മുൻവശത്തുള്ള വീടുകളിലും വെള്ളം കയറി നാശനഷ്ടം സംഭവിച്ചു. ആനക്കല്ല്, മഞ്ഞപ്പള്ളി പ്രദേശങ്ങളിൽ കടകളിലും വെള്ളം കയറിയിരുന്നു. എറികാട് പാലം തകർന്നതിനൊപ്പം ആനക്കല്ല്, മൂഴിക്കാട് തോടിന് കുറുകെയുള്ള 2 താൽക്കാലിക പാലങ്ങളും ഒലിച്ചുപോയി. ഇതോടെ തോടിന് മറുകരയുള്ളവർ കിലോമീറ്ററുകളോളം ചുറ്റി കറങ്ങേണ്ടി വരുന്ന സ്ഥിതിയാണ്. മലവെള്ളം കുതിച്ചൊഴുകി എത്തിയതോടെ വ്യാപകമായ കൃഷിനാശവും സംഭവിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി.